Difference between direct and indirect taxes. Basis meaning direct tax, indirect tax. Meaning direct tax എന്ന് പറയുമ്പോൾ ടാക്സ് levied on persons income and wealth and is paid directly to government. പേഴ്സൻ്റെ ഇൻകം അല്ലെങ്കിൽ വെൽത്തിൻ്റെ മുകളിൽ ലെവി ചെയ്യുന്ന ടാക്സാണ് ഡയറക്റ്റ് ടാക്സ്. അത് ഡയറക്റ്റ്ലി ആണ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യപ്പെടുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് ലെവിഡ് ഓൺ പേഴ്സൺ ഹു കൺസ്യൂം ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് ഈസ് പെയ്ഡ് ഇൻഡയറക്ട്ലി ടു ഗവൺമെൻറ്. ഇൻഡയറക്റ്റ് ടാക്സ് ഗവൺമെൻറ്റിലേക്ക് ഇൻഡയറക്റ്റ്ലി ആണ് പേ ചെയ്യപ്പെടുന്നത്. സെല്ലർ ബയ്യറിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് സെല്ലറാണ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് ഗുഡ്സും സർവീസും കൺസ്യൂം ചെയ്യുന്ന പേഴ്സൻ്റെ മുകളിലാണ് ഇൻഡയറക്റ്റ് ടാക്സ് ലെവി ചെയ്യപ്പെടുന്നത്. നേച്ചർ ഡയറക്റ്റ് ടാക്സ് പ്രോഗ്രസീവ് ഇൻ നേച്ചറാണ്. ഹയർ ഇൻകം ഏൺ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ലെവി ചെയ്യുന്നത് ഹയർ ടാക്സ് റേറ്റ് ആണ് ആൻഡ് വൈസ് വേഴ്സ. ഇൻഡയറക്റ്റ് ടാക്സ് റിഗ്രസീവ് ഇൻ നേച്ചറാണ്. എല്ലാ ആൾക്കാരും ഈക്വലി ആണ് ടാക്സിൻ്റെ ബർഡൻ ബെയർ ചെയ്യുന്നത്. ഓൺ ഗുഡ്സ് ഓർ സർവീസസ് കൺസ്യൂം ചെയ്ത് ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ മുകളിലുള്ള ടാക്സിൻ്റെ റേറ്റ് അല്ലെങ്കിൽ റാത്ത് ഈക്വലി ആണ് അത് ബെയർ ചെയ്യുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ എബിലിറ്റി. ഇൻസിഡൻസ് ആൻഡ് ഇമ്പാക്റ്റ്. ഇൻസിഡൻസും ടാക്സ് ഇൻസിഡൻസും ഇമ്പാക്റ്റും സെയിം പേഴ്സണിലാണ് ഫോളോ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ഡയറക്റ്റ് ടാക്സ് അസസി സ്വയമാണ് ഡയറക്റ്റ് ടാക്സ് ബെയർ ചെയ്യുന്നത്. സോ ടാക്സ് പെയറിന് അത് പിൻ ചെയ്യുന്നു. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ഇൻസിഡൻസ് ഒരാളിൽ ഇമ്പാക്റ്റ് മറ്റൊരാളിൽ. സോ അത് ഫോളോ ചെയ്യുന്നത് ഡിഫറെൻറ്റ് പേഴ്സൺസിലാണ്. ടാക്സ് അസസീൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുന്നു. അസസീൻ്റെ കയ്യിൽ നിന്ന് അയാൾ അതിൻ്റെ ബർഡൻ മറ്റൊരാളിലേക്ക് പാസ് ചെയ്യുന്നു. അതുകൊണ്ട് ടാക്സ് പെയറിന് ഡയറക്റ്റ് പിഞ്ചില്ല. ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾ ഇൻകം ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾ GST, കസ്റ്റംസ് ഡ്യൂട്ടി. ടാക്സ് ഇവേഷൻ ഡയറക്റ്റ് ടാക്സിൽ പോസിബിൾ ആണ്. അതായത് ടാക്സ് ഇവേഷൻ മീൻസ് ടാക്സ് വെട്ടിപ്പ് ഡയറക്റ്റ് ടാക്സിൽ പോസിബിൾ ആണ്. കാരണം ഓരോരുത്തർ ഏൺ ചെയ്യുന്ന പേഴ്സണൽ ഇൻകം അതിൻ്റെ സോഴ്സ് ചിലപ്പോൾ അറിയണമെന്നില്ല ക്യാഷായിട്ടൊക്കെ വാങ്ങിച്ചാൽ. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ടാക്സ് ഇവേഷൻ ഈസ് ഹാർഡ്ലി പോസിബിൾ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിൻ്റെയോ സർവീസസിൻ്റെയോ പ്രൈസിൻ്റെ മുകളിൽ GST അല്ലെങ്കിൽ അതുപോലുള്ള ഇൻഡയറക്റ്റ് ടാക്സ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇൻഫ്ലേഷൻ ഡയറക്റ്റ് ടാക്സ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ഇൻഫ്ലേഷൻ. ഡയറക്റ്റ് ടാക്സ് ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ലെവി കാരണം ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. കാരണം ഗുഡ്സിൻ്റെ സർവീസിൻ്റെ കോസ്റ്റിൻ്റെ മുകളിൽ ഇൻഡയറക്റ്റ് ടാക്സോടെ ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും ആ പ്രൈസ് കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് ഇൻഫ്ലേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു. ഡയറക്റ്റ് ടാക്സ് ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്യുന്നു. ചിലപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് ഒരു യൂസ്ഫുൾ ടൂളായിരിക്കും സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യാൻ. എങ്ങനെ ഹാംഫുൾ ഗുഡ്സ് അല്ലെങ്കിൽ സിൻ ഗുഡ്സിൻ്റെ കൺസംഷൻ ചെക്ക് ചെയ്യുന്നു. അതിൻ്റെ കൺസംഷൻ ചെക്ക് ചെയ്യുന്ന വഴി സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുന്നു. ത്രൂ എങ്ങനെ ഹയർ ടാക്സ് റേറ്റ് ഇമ്പോസ് ചെയ്യുന്നത് വഴി. സിൻ ഗുഡ്സ് ഓർ ഹാംഫുൾ ഗുഡ്സിൻ്റെ മുകളിൽ ഹയർ ടാക്സ് റേറ്റ് ഇമ്പോസ് ചെയ്യുന്ന വഴി അതിൻ്റെ കൺസംഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതിനുള്ളൊരു യൂസ്ഫുൾ ടൂളായിട്ട് ഇൻഡയറക്റ്റ് ടാക്സ് ആക്ട് ചെയ്യുന്നു. ഇമ്പോസിഷൻ ആൻഡ് കളക്ഷൻ. ഇമ്പോസ്ഡ് ഓൺ ആൻഡ് കളക്റ്റഡ് ഫ്രം സെയിം പേഴ്സൺ. ഈ ഡയറക്റ്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും ഒരാളുടെ കയ്യിൽ നിന്നാണ്. ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ ഇമ്പോസ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും ഡിഫറെൻറ്റ് പേഴ്സൺസിന്. ഇമ്പോസ്ഡ് ആൻഡ് കളക്റ്റഡ് ഫ്രം കൺസ്യൂമേഴ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബട്ട് പെയ്ഡ് ആൻഡ് ഡെപ്പോസിറ്റഡ് ബൈ അസസി. ഇമ്പോസ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും കൺസ്യൂമറിൻ്റെ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ കൺസ്യൂമറിൻ്റെ കയ്യിൽ നിന്നായിരിക്കും. പക്ഷേ അത് പേ ചെയ്യുന്നത് അസസി ആയിരിക്കും. അല്ലെങ്കിൽ പേ ആൻഡ് ഡെപ്പോസിറ്റഡ് അത് പേ ചെയ്യുന്നത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അസസി ആയിരിക്കും. ഇമ്പോസ്ഡ് ഓൺ ആൻഡ് കളക്റ്റഡ് ഫ്രം കൺസ്യൂമറിൻ്റെ കയ്യിൽ നിന്ന് ഇമ്പോസ് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, അത് പേ ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നതും മറ്റൊരാൾ അസസി. ടാക്സ് ബർഡൻ ഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ഷിഫ്റ്റ് ചെയ്യുന്നില്ല. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ടാക്സ് ബർഡൻ ക്യാൻ ബി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇവൻറ്റ് ഡയറക്റ്റ് ടാക്സിൻ്റെ ഇവൻ്റ് എന്ന് പറയുന്നത് ടാക്സബിൾ ഇൻകം ഓഫ് അസസി. അസസിയുടെ ടാക്സബിൾ ഇൻകത്തിൻ്റെ മുകളിലാണ് ഡയറക്റ്റ് ടാക്സ് ലെവി ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഇവൻ്റ് ഇറ്റ് ഈസ് ലെവിഡ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിൻ്റെയോ സർവീസസിൻ്റെയോ സപ്ലൈൻ്റെ മുകളിലാണ് ഇൻഡയറക്റ്റ് ടാക്സ് ലെവി ചെയ്യുന്നത്.